എല്ലാവർക്കും നമ്മുടെ ടെക്നോട്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. Xiaomi 11T, Xiaomi 11T Pro ഗ്ലോബലി ലോഞ്ച് ആയിട്ടുണ്ട്. MIയുടെ ബ്രാൻഡ് എടുത്ത് കളഞ്ഞതിന് ശേഷമുള്ള ഷവോമിയുടെ ഭാഗത്തു നിന്നുള്ള രണ്ട് മേജർ മൊബൈൽ ഫോണുകളാണ് ഈ ഒരു 11Tയും 11T Proയും. 11Tനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 6.67 ഇഞ്ച് ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ, 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ്, മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 1200 അൾട്രയും കൂടാതെ രണ്ട് വേരിയൻസിലാണ് ഇത് ലഭ്യമാകുന്നത്. 8+128, 8+256, 108 MB പ്രൈമറി ക്യാമറയും 16 MB ഫ്രണ്ട് ക്യാമറയൊക്കെ ഉണ്ട്. 8K വരെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ഒരു മൊബൈൽ ഫോണിൽ നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു സവിശേഷത എന്ന് പറയുന്നത്. കൂടാതെ 5000 mAh ബാറ്ററി കപ്പാസിറ്റിയോടൊപ്പം 67 വാട്ട് ഫാസ്റ്റ് ചാർജറും ലഭ്യമാകുന്നുണ്ട്. 8+128ന് €499, അതായത് ഒരു 43,300 രൂപ ഇന്ത്യൻ റുപ്പി അടുപ്പിച്ചിട്ട്. കൂടാതെ 8+256ന് €549, അതായത് നമ്മുടെ ഇന്ത്യൻ രൂപ നോക്കുവാണെങ്കിൽ 47,700 ആണ്. ഇനി Xiaomi 11T Pro നോക്കുവാണെങ്കിൽ 6.67 ഇഞ്ച് ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ, 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ്, ക്വാൾകോമിന്റെ സ്നാപ്ഡ്രാഗൺ 888 ചിപ്സെറ്റ് ആണ് ഇവിടെ നമുക്ക് ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ നമുക്ക് മൂന്ന് വേരിയൻസിൽ ഇവിടെ കിട്ടും. 8+128, 8+256, 12+256. 108 MB പ്രൈമറി ക്യാമറയും 16 MB ഫ്രണ്ട് ക്യാമറയൊക്കെ തന്നെയാണ് ഇവിടെയും നമുക്ക് കൂടെ കിട്ടുന്നത്. എന്നാൽ ഇവിടെ 5000 mAh ബാറ്ററി കപ്പാസിറ്റിയോടൊപ്പം കിട്ടുന്ന ഫാസ്റ്റ് ചാർജർ എന്ന് പറയുന്നത് 120 വാട്ട് ഒരു അഡാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഇവരെ കമ്പനി പറയണത് 100% ജസ്റ്റ് 17 മിനിറ്റ് മതി ചാർജ് ആകാനായിട്ടെന്നുള്ളതാണ്. 8+128ന് €649, ഇന്ത്യൻ റുപ്പി നോക്കുകയാണെങ്കിൽ 56,400. 8+256ന് €699, 60,800 രൂപയും. 12+256ന് €749, 65,100 രൂപയാണ് വില എന്ന് പറയുന്നത്. എന്തായാലും ഫസ്റ്റ് 24 അവേഴ്സിന് മുന്നേ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഇതിൻ്റെ ബേസ് വേരിയൻറ്റ്, അതായത് 8+128 വാങ്ങിക്കുവാണെങ്കിൽ വെറും 549 രൂപയ്ക്ക്, അതായത് 56,400 രൂപ വില വരുന്ന ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് 47,700 രൂപയ്ക്ക് ലഭ്യമാകുമെന്നുള്ളതാണ്. പിന്നെ കുറച്ച് ഓഫേഴ്സ് ഒക്കെ ഇവർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടെക്നോട്സിൻ്റെ ഒരു എപ്പിസോഡ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു Xiaomi 3 വർഷത്തെ ആ ഒരു ആൻഡ്രോയിഡ് അപ്ഡേറ്റും കൂടാതെ 4 വർഷത്തെ ആ ഒരു സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റും ഒക്കെ തന്നെ ഈ ഒരു കമ്പനി നൽകുന്നുണ്ട്. Xiaomiയുടെ 11T Pro മുതൽ ഇനി ഉള്ള എല്ലാ പ്രോഡക്റ്റുകൾക്കും ഈ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. കൂടാതെ കമ്പനി പറയുന്ന മറ്റൊരു ഓഫർ എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് 30 ദിവസത്തിനുള്ളിൽ വാങ്ങിക്കുവാണെങ്കിൽ അത്രയും ആൾക്കാർക്ക് 2 years വാറണ്ടിയും കൂടാതെ 6 മാസം ഫ്രീ ആയിട്ട് നമുക്ക് സ്ക്രീൻ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്ത് തരും. എന്തായാലും നല്ലൊരു ഓഫറുമായിട്ടാണ് ഈ ഒരു Xiaomi 11T Pro ഗ്ലോബലി ലോഞ്ച് ആയിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി അടുത്ത നോക്കുവാണെങ്കിൽ iQoo Z5 സെപ്റ്റംബർ 23 ഒഫീഷ്യലി ലോഞ്ച് ആകാൻ പോവുകയാണ്. കമ്പനി അത് ഓൾറെഡി കൺഫേം ചെയ്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗന്റെ 778G SoCയും കൂടാതെ LPDDR5 റാമും അതേപോലെ തന്നെ UFS 3.1 സ്റ്റോറേജും ഒക്കെ ആയിരിക്കും ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ കൂടെ ലഭ്യമാകുക. അത് ഓൾറെഡി ഈ ഒരു റിവ്യൂല് കമ്പനി കൺഫർമേഷനിൽ നമ്മൾ കണ്ടതാണ്. കൂടാതെ റൂമേഴ്സ് കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ Z5 Pro, Z5X എന്നിങ്ങനെ 3 മോഡൽസിലായിരിക്കും നമുക്ക് ലഭ്യമാകുന്നത്. കമ്പനി അത് കൺഫേം ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്കതൊന്നും പറയാനും പറ്റത്തുമില്ല. എന്തായാലും സെപ്റ്റംബർ 23 കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, നമുക്കെല്ലാം അറിയാൻ സാധിക്കുന്നുള്ളതാണ്. ഇനി സാംസങ് ഗാലക്സി M52 5G സെപ്റ്റംബർ 19 ലോഞ്ച് കൺഫേം ചെയ്തിട്ടുണ്ട്. ആമസോണിൽ നമുക്കിപ്പോൾ എല്ലാവർക്കും തന്നെ കാണാൻ സാധിക്കും. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ലാൻഡിംഗ് പേജ്. സ്നാപ്ഡ്രാഗൺ 778G ചിപ്സെറ്റും കൂടാതെ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റും 5000 mAh ബാറ്ററിയൊക്കെയാണ് നമ്മളിതിൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സെപ്റ്റംബർ 19 നമുക്ക് ഈ ഒരു സാംസങ് ഗാലക്സി M52 5Gയുടെയും കാര്യങ്ങളൊക്കെ തന്നെ അറിയാൻ സാധിക്കും. നല്ലൊരു അത്യാവശ്യം സ്പെക്കൊക്കെ വെച്ച് നോക്കിയിട്ട് അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് ആണ്. 30,000 രൂപയ്ക്ക് ഉള്ളിലായിരിക്കും ഈ ഒരു പ്രോഡക്റ്റിന്റെ വില എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി അടുത്ത നോക്കുവാണെങ്കിൽ Realme GT Neo 2യുടെ പ്രോസസ്സറും അതുപോലെ തന്നെ ബാറ്ററി ഡീറ്റെയിൽസും കമ്പനി എന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ടെക്നോട്സിന്റെ എപ്പിസോഡ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് റൂമേഡ് എന്നുള്ള രീതിക്ക് സ്നാപ്ഡ്രാഗൺ 870 SoCയും കൂടാതെ 5000 mAh ബാറ്ററി കപ്പാസിറ്റി ആയിരിക്കും, 65 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് ആയിരിക്കും എന്നൊക്കെ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം റൂമേഡ് അല്ലായിരുന്നു, സത്യം തന്നെയാണ്. കമ്പനി എന്തായാലും ഒഫീഷ്യൽ അത് കൺഫേം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു 65 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്തിട്ട് നമ്മുടെ 5000 mAh 36 മിനിറ്റ് മതി 100%ലേക്ക് ചാർജ് ഫുള്ളാകാനായിട്ടെന്നുള്ളതാണ്. റിയൽമി മറ്റുള്ള കാര്യങ്ങളും തന്നെ എഴുതിയിട്ടില്ല. എന്നാൽ നമുക്കറിയാവുന്ന പോലെ തന്നെ ആ ഒരു റൂമുകളിൽ കേൾക്കുന്നത് 6.62 ഇഞ്ച് ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആയിരിക്കും, 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ആയിരിക്കും, 6GB 128 വേരിയന്റ് കൂടാതെ 8GB 128, 256, 512GB എന്നിങ്ങനെ ആ ഒരു വേരിയന്റിലേക്കായിരിക്കും നമുക്കത് ലഭ്യമാകുക. 64 MB പ്രൈമറി ക്യാമറയും
16 MB ഫ്രണ്ട് ക്യാമറയൊക്കെ ആയിരിക്കും നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ കൂടെ കിട്ടുന്നത് എന്നൊക്കെ ആ ഒരു റൂമേഴ്സിലുണ്ട്. എന്തായാലും സെപ്റ്റംബർ 22-ാം തീയതി ലോഞ്ച് ആകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ കാര്യങ്ങളും തന്നെ കൺഫേം ചെയ്യാന്നുള്ളതാണ്. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ ഓപ്പോ F19 സീരീസിലെ 4th വൺ ഓപ്പോ F19s ഇന്ത്യയിൽ എത്തുന്നത് ഒരു 12,000 രൂപയ്ക്ക് ഉള്ളിലായിരിക്കാം. കുറച്ച് കാര്യങ്ങൾ ലീക്ക് ആയിട്ടുണ്ട്. 6.43 ഇഞ്ച് ആംലഡ് ഡിസ്പ്ലേയും സ്നാപ്ഡ്രാഗൺ 662 പ്രോസസ്സറും കൂടാതെ 6GB ഫിസിക്കൽ റാമും നമുക്ക് 5GB വരെ വെർച്വൽ റാം എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവേ നമുക്കിപ്പോൾ ലീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ. കൂടാതെ 48 MB പ്രൈമറി ക്യാമറയും 16 MB ഫ്രണ്ട് ക്യാമറയൊക്കെ ഉണ്ടെന്ന് ഈ ഒരു ലീക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഉടനെ തന്നെ ഈ ഒരു ഓപ്പോ F19s റിവീലിങ്ങും ഒഫീഷ്യലി ഉള്ള റിവീലിങ്ങും അടുത്ത് തന്നെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ടെക് ന്യൂസിൽ പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഓഫേഴ്സ് നോക്കുവാണെങ്കിൽ ആമസോണിൽ മൺസൂൺ അപ്ലയൻസസ് ഫെസ്റ്റ് അപ് ടു 40% നമുക്ക് ഹോം അപ്ലയൻസസ് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. ICICI ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ വീണ്ടും ഒരു 10% കിട്ടും. കൂടാതെ ഷെഫ് കിച്ചൺ കോർണർ അപ് ടു 60% ഓഫിൽ നമുക്ക് കിച്ചണിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. ഇനി ഫ്ലിപ്കാർട്ടിൽ നോക്കുവാണെങ്കിൽ ബോട്ടിൻ്റെ സൗണ്ട് ബാസിൻ്റെ ഓഫറുണ്ട്. എത്ര ശതമാനം വരുമെന്ന് എഴുതിയിട്ടില്ല. എന്നാൽ 16th മുതൽ 17th എന്നും നാളെയായിട്ട് ആ ഒരു ഓഫർ നടക്കുവാണ്. മിന്ത്രയിൽ നോക്കുവാണെങ്കിൽ ഇന്ത്യൻ അറ്റ് ഹാർട്ട് എന്ന് പറഞ്ഞിട്ട് 16th മുതൽ 19th വരെ ഒരു ഓഫറുണ്ട്. 50 to 80% നമുക്ക് എത്നിക് വെയേഴ്സിനൊക്കെ ഓഫറുണ്ട്. കൂടാതെ ഇൻസൈഡ് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് 16th മുതൽ 21st വരെ മറ്റൊരു ഓഫറുണ്ട്. അപ് ടു 50% നമുക്ക് പ്രോഡക്റ്റുകൾ വാങ്ങിക്കാന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ടെക് നോട്ട്സിൻ്റെ എപ്പിസോഡിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റിനും ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.